ഇനി എറണാകുളത്തേക്കാണ്. അവിടെ മൂവാറ്റുപുഴയിൽ പട്ടാപ്പകൽ വയോധികയുടെ വായിൽ തുണി തിരികെ മോഷണം. വയോധികയായ മറിയാമ്മയുടെ വായിൽ തുണി തിരികെ 12 പവൻ സ്വർണ്ണമാണ് കവർന്നെടുത്തത്. വീട്ടുജോലിക്കാരിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടായിരുന്നു ഈ മോഷണമെന്ന് പരാതി. തമിഴ്നാട് സ്വദേശിയായ വീട്ടുജോലിക്കാരിയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഒരു പ്രതികരണം കേൾക്കാം. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കട്ടിൽ എൻ്റെ അര ഇരിപ്പുണ്ട്. അത് ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ കൈയിട്ടുണ്ട് തിരിക്കുക. തുറക്കം ഇത് ഊരാൻ വേണ്ടിയിട്ടും വള ഊരാൻ വേണ്ടിയിട്ടും അത് എങ്ങനെയാണോ ഞാൻ കൈ എടുക്കുകയോ എന്തോ ചെയ്തപ്പോഴും അയാളെ കഴുത്തേ കിടക്കുന്ന കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ പ്രവൃത്തി കണ്ടിട്ട് കഴുത്തേ കിടന്നത് ഊരി കയ്യെ കിടന്നത് വലിച്ചു ഊരി ഒത്തിരി പാടുപെട്ട അയാൾ ഊരിയെടുത്തേ. ഒരു കയ്യിൽ 3, ഒരു കയ്യിൽ 1. വളയും മാലയും ആ മാലയിൽ ഒരു പവൻ്റെ ലോക്കറ്റ് ഉണ്ട്. ഒന്നും പറ്റില്ല. വയറ് തുണി ഇത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പെണ്ണ് എൻ്റെ സെർവൻ്റ് അവൾക്കൊട്ടയുടെ അടിയും കൊടുത്ത് അവളെ അകത്ത് കയറ്റി വിട്ടു. എൻ്റെ കുട്ടിയും പറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവളെ ഞാൻ വിളിച്ച് അതുകൊണ്ടാണോ എന്നാണോ അവൾ ഏതായാലും ഇതിലേ വന്നു ഇവിടെ കയറിയോടുകൂടി അവൾക്ക് പോകാൻ ധൃതിയായി. അവൻ പോയി. ശരണി വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരൺ, അപ്പോൾ ഈ ഒരു മോഷണ സമയത്ത് ഈ മറിയാമ്മയും ഈ ജോലിക്കാരിയും മാത്രമാണോ വീട്ടിലുണ്ടായിരുന്നത്? പോലീസ് ഇപ്പോൾ എന്താണ് പറയുന്നത്? ഈ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഈ ഒരു തമിഴ്നാട്ടുകാരിയായ ജോലിക്കാരി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഷിഹാസ്, പട്ടാപ്പകൽ നേരത്താണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നതെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇന്ന് രാവിലെയാണ് മൂവാറ്റുപുഴയ്ക്ക് സമീപം മാറാടി എന്ന സ്ഥലത്തെ വീട്ടിൽ ഈ കവർച്ച നടന്നിരിക്കുന്നത്. ഈ കവർച്ച നടക്കുന്ന സമയത്ത് ഈ മറിയാമ്മയും വീട്ടുജോലിക്കാരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ, അതായത് ഇന്ന് ഞായറാഴ്ച ആയതിനാൽ സമീപത്തെ വീടുകളിലെ ആളുകളൊക്കെ തന്നെ പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മോഷ്ടാവ് വീട്ടിലേക്ക് എത്തുകയും മറിയാമ്മയുടെ വായിൽ തുണി തിരുകുകയും ഒപ്പം വീട്ടുജോലിക്കാരിയെ മർദ്ദിച്ച് ഈ മുറിക്കകത്തിട്ട് പൂട്ടുകയും ചെയ്തത്. അതിന് പിന്നാലെ കൂടിയാണ് ഈ കവർച്ച നടന്നതെന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. മറിയാമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന 12 പവന്റെ സ്വർണ്ണമാണ് നഷ്ടമായിരിക്കുന്നത്. അതായത് കഴുത്തിൽ കിടന്ന മാലയും വളയും അടക്കം 12 പവന്റെ സ്വർണ്ണമാണ് നഷ്ടമായിരിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസ് ഇപ്പോൾ ഈ വീട്ടിലെത്തി വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ മോഷ്ടാവ് ആരാണെന്ന് കണ്ടെത്താനുള്ള CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ്. ഇതിനിടയിൽ പോലീസ് സംശയിക്കുന്നത് ഈ വീട്ടുജോലിക്കാരിക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ കവർച്ചയുമായിട്ട് പങ്കുണ്ടോ എന്നുള്ളതാണ്. ഇവർ തമിഴ്നാട് സ്വദേശിയാണ്. ഈ കവർച്ച നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് വീട്ടുജോലിക്കാരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ചിലർക്ക് കോളുകൾ പോയിരുന്നു. അപ്പോൾ ആ കോളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ കവർച്ചയുമായി ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഈ മോഷ്ടാവ് ആരാണെന്നുള്ളത് വ്യക്തത പോലീസിന് വന്നിട്ടില്ല. പോലീസ് ഈ വീടിന്റെ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ശരി ശരൺ, എറണാകുളം മൂവാറ്റുപുഴയിലാണ് പട്ടാപ്പകൽ വയോധികയുടെ വായിൽ തുണി തിരികെ 12 പവൻ സ്വർണം മോഷ്ടിച്ചത്. വീട്ടുജോലിക്കാരിയും അതോടൊപ്പം തൊട്ടടുത്തുള്ള CCTVകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്.